അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിച്ചു വെക്കാൻ താല്പര്യമില്ലാത്ത ചില സമയങ്ങളെയും സാഹചര്യങ്ങളെയും നമ്മൾ മനഃപൂർവ്വം മറന്നുകളയാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. നമ്മെ ഒരുപാട് വേദനിപ്പിച്ച, നമ്മെ ഒരുപാട് പ്രതിസന്ധിയിലാക്കിയ, ആട്ടിയോടിച്ച, പരിഹസിച്ച, കുത്തുവാക്കുകൾ പറഞ്ഞ ഒരുപാട് മനുഷ്യർ. എന്നാൽ ഇങ്ങനെയാണോ നമ്മുടെ വിശ്വാസധാര നമ്മളോട് കൽപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. വരൂ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മീയ യാത്ര നടത്താം. നിങ്ങൾക്ക് സ്വന്തം നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ടോ? സ്വന്തം കുടുംബക്കാരും നാട്ടുകാരും നിങ്ങളെ കല്ലെറിയുകയും പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ടോ? അവസാനം ആ നാട് വിട്ട് ഓടിപ്പോകേണ്ട ഗതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെയൊരു പ്രവർത്തനത്തിന് ശേഷം എല്ലാവിധ കഴിവുകളോടുകൂടെയും സൗകര്യങ്ങളോടുകൂടെയും പിന്നീട് എപ്പോഴെങ്കിലും ആ നാട്ടിലേക്ക് തിരിച്ചു വരികയും അവരോട് പകരം ചോദിക്കാനുള്ള അവസരങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും? അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മാതൃകയാക്കേണ്ടത്. തായിഫിൻ്റെ മണലാരുണ്യത്തിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിക്കുകയും കല്ലെടുത്തെറിയുകയും അവിടുത്തെ പരിശുദ്ധമായ നെറ്റിത്തടത്തിൽ നിന്ന് രക്തങ്ങൾ പൊടിയുകയും ചെയ്തപ്പോൾ കണ്ടു സഹിക്കാൻ കഴിയാത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, ഈ കാണുന്ന പർവ്വതങ്ങൾക്കിടയിൽ ഈ സമൂഹത്തെ മുഴുവനും ഞാൻ നശിപ്പിക്കട്ടെയോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ അവർ പാവങ്ങളാണ്, വിവരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അവരെ വിട്ടുകളഞ്ഞേക്ക് എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വന്തം നാടും വീടും വിട്ട് ഹിജ്റ പോകേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിൻ്റെ അന്ന് സർവായുധ വിഭൂഷിതനായി സർവ്വസൗകര്യങ്ങളോടുകൂടി എല്ലാവിധ സന്നാഹങ്ങളോടുകൂടിയും സമഗ്രാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും തെറ്റുകൾ ചെയ്ത എല്ലാവരും ഭയന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ലാ തസ്രീബ ഫീ ഹാദൽ യൗം, ഈ ദിവസം ആരോടും പകയില്ല, പ്രതികാരമില്ല, വിദ്വേഷമില്ല എന്നുദ്ഘോഷിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ മാതൃകയാക്കേണ്ടത്. ഇതാണ് യഥാർത്ഥമായ മാതൃക. സ്നേഹത്തിൻ്റെ, സഹാനുഭൂതിയുടെ, ചേർത്തുപിടിക്കലിൻ്റെ, വിട്ടുവീഴ്ചയുടെ, വിട്ടുകൊടുക്കലിൻ്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല മാതൃക പിൻപറ്റാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയും നന്മ ആഗ്രഹിക്കുകയും ചെയ്താൽ, തന്നോട് ദേഷ്യപ്പെട്ടവനോട്, തന്നോട് പ്രതികാരം ചെയ്തവനോട് വിട്ടുവീഴ്ച ചെയ്യുകയും അവൻ്റെ നന്മ ആഗ്രഹിക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അലല്ലാഹ്, അവൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫസ്ഫഹി അസ്സഫ്ഹൽ ജമീൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വീണ്ടും സ്നേഹമന്ത്രണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീ ഏറ്റവും മനോഹരമായ വിട്ടുവീഴ്ചയുടെ ഉടമയാവണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനോടും ആവശ്യപ്പെടുകയാണ്. പ്രതികാരദാഹത്തോടെ തൻ്റെ സഹോദരനെ കാണുന്നവനല്ല, മറിച്ച് വീഴ്ചകൾ, ന്യൂനതകൾ, അപാകതകൾ അത് മാനുഷികമാണെന്നും വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും ദൈവികമാണെന്ന് വിശ്വസിക്കലും അതിലൂടെ നല്ല രീതിയിൽ പെരുമാറുന്നവനുമാണ് യഥാർത്ഥ വിശ്വാസി. കൂടെയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യാത്തവരോട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പരിശുദ്ധമായ റമളാനിൽ അവസാന പത്തുകളിൽ നമ്മൾ അള്ളാഹുവിനോട് ഇരുകരങ്ങളും ഉയർത്തി ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, നീ തന്നെയാണ് വിട്ടുവീഴ്ച. വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ നീ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നമ്മളോട് ഏതെങ്കിലും സാഹചര്യത്തിൽ മോശമായി പെരുമാറിയവനോട്
അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ വേദനിപ്പിച്ചവനോട് വിട്ടുകൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ രാജാതിരാജനായ അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുമോ? നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട സമയങ്ങളാണ്. പ്രതികാരമില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ഈ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മുക്തമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് നൽകിയ ഏറ്റവും അമൂല്യമായ രാത്രിയാണല്ലോ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും അല്ലാഹു ദുആഇന് ഉത്തരം നൽകാത്തവരിൽ പെട്ടവരാണ് മുഷാഹിൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനോട് ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ച് നടക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഈ യാത്രയിലെ സന്ദേശമായി എല്ലാ കാലത്തേക്കും ഒരു ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെക്കാം. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരായ സ്വഹാബികളും ഒരു ദിവസം ഒരു നദിക്കരയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ നദിയിൽ വെള്ളത്തിൽ മുങ്ങുകയും താഴുകയും ജീവന് വേണ്ടി പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു തേള് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ തേളിനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കൈകൾ കൊണ്ട് ശ്രമം നടത്തിയപ്പോൾ ആ തേളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു. വേദന പൂണ്ട കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചെടുക്കുകയും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ വട്ടവും ആ തേളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒന്നാമത്തെ വട്ടം നൽകിയതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് തേള് വീണ്ടും കുത്തുകയാണ്. അങ്ങനെ മൂന്നാമത്തെ വട്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രമിക്കുകയും ഒരു കമ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ തേളിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നദിക്കരയിലേക്ക് വലിച്ചിടുകയും ചെയ്തു. ഇത് കണ്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്തിനാണ് അങ്ങയെ ഉപദ്രവിച്ച, അങ്ങയെ വേദനിപ്പിച്ച ആ തേളിനെ വീണ്ടും വീണ്ടും രക്ഷിക്കാൻ വേണ്ടി അങ്ങ് ശ്രമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ആ തേള് അതിൻ്റെ തിന്മ ഉപേക്ഷിക്കുന്നില്ലെങ്കിലും ഞാൻ എന്തിനാണ് എൻ്റെ നന്മ ഉപേക്ഷിക്കുന്നത്? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. വിട്ടുവീഴ്ചയുടെ ഉന്നതമായ സ്വർഗീയ കവാടങ്ങളുടെ മാതൃകകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാവാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.